അടിച്ച് ഫിറ്റ്. വെള്ളം അടയ്ക്കാൻ പൈസ ഉണ്ട്, കഴിക്കാൻ പൈസ ഇല്ല. ആഞ്ചു കൊടുക്കായിരുന്നു ഫുഡ് വേണമെങ്കിൽ. ഫുൾ ഫിറ്റാണ് നിൽക്കുന്നത്. ഞാൻ ഇത് കൊടുത്ത് കംപ്ലൈൻറ്റ് എടുത്ത് കാണണം ദോശേനെ വേണോ. അപ്പം ലൈഫ് അടിച്ച് പൊളിക്കണം. മൈക്കിൽ പറ കമോൺ ഗൈസ്, കൊട്ടൊക്കെ നിൽക്കണം. ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ അബദ്ധം തന്നെ. ഞാൻ മാപ്പിൽ കരമനെ കൊടുത്തപ്പോഴേ അത് കരമ റിവറായി. ഇപ്പൊ റിവറിന്റെ ലൊക്കേഷൻ കാണിച്ചത് അത് ഏതൊക്കെയോ റൂട്ടിൽ കൂടെ കയറി ആറ്റിന്റെ കരയെത്തി. അവിടെ ലൈറ്റിന്റെ വീടുണ്ട്, ഈ വഴി പോകും. അവിടെ നേരെ കുത്തനൊരു ഇറക്കും. അയ്യോ അതോട് പോണോ? നോക്കി പോണേ ബ്രോ, ചെറുപ്പ് സ്ലിപ്പാവേ. എന്റെ അമ്മ അറിയാൻ ഓർമ്മ. ഹായ് സുഖമാണോ ബ്രോ? പറ LPG പറ. ലൈഫ് അടിച്ചു പഠിക്കണം ഗൈസ്. കമോൺ ഗൈസ്. ഇന്ന് കട്ടൻ ചായ പാല് വാങ്ങിയാൽ മറന്നു വരുമ്പോ. അതുകൊണ്ട് കുഴപ്പമില്ല, കട്ടൻ ചായ ബെസ്റ്റ് ആണ് അല്ലേ. ഫാറ്റ് കുറയും പറഞ്ഞുണ്ട്. ഇങ്ങനെ പറഞ്ഞ അഡ്ജസ്റ്റ് പിടിക്കണ്ടോ? ഒരാഴ്ച പൊളി കേട്ടോ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുടിച്ചില്ല കട്ടൻ ചായ. കുടിച്ചിട്ട് പോവാം, റൈഡ് പോവാം. സൊമാറ്റോ വ്ളോഗ് നമ്പർ എത്ര? 138-9. അത് ഓർമ്മയൊന്നുമില്ല, അത്രയും ആവട്ടെ. പിന്നെ ഒരു കാര്യം, പോകുന്ന വഴിക്ക് പ്രൊമോഷൻ ഉണ്ട്. നമ്മളെ കൊച്ചു പയ്യന്മാർ, എൻ്റെ അനിയന്മാരെ പോലത്തെ പയ്യന്മാർ എല്ലാം ചേർന്ന് ഒരു പുതിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ പയ്യന്മാരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പ്രൊമോഷൻ്റെ ഫോട്ടോ വാങ്ങിയാറുണ്ട്. മറ്റേ പോസ്റ്റർ അത് വാങ്ങിച്ചിട്ട് ഇൻസ്റ്റയിൽ ഇടാൻ പറഞ്ഞു. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിൽ ഇട്ടേക്കാം. സംഭവം കൊച്ചു പയ്യന്മാരാണ്, ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന പയ്യന്മാരാണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ ബിടെക് കഴിഞ്ഞ പയ്യന്മാരാണ്. അപ്പോൾ അവർ ഇനി അടുത്ത ജോലിക്ക് ഇറങ്ങണം. ജോലിക്കൊന്നും പോയിട്ടില്ല ഇപ്പോഴത്തേക്ക്. കയ്യിലുള്ള പോക്കറ്റ് മണി ചേർപ്പിച്ചിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. ചെറിയ കുറവുകൾ കാണാൻ ഫസ്റ്റ് ഫിലിം അല്ലേ, എല്ലാം ബെസ്റ്റായിട്ട് വരില്ല. എന്നാലും മേക്കിംഗ് സൂപ്പർ ആക്കിയാണ്, നല്ല എഡിറ്റിംഗ് അടിപൊളി, എല്ലാം കൂടെ സൂപ്പറാണ്. കഥയിൽ കുറച്ച് ചെറിയ കുറവുണ്ട്. ഞാൻ പടം കണ്ട് നോക്കിയായിരുന്നു. സത്യം പറഞ്ഞാൽ അവരിൽ ബഡ്ജറ്റാണ് മെയിൻ വിഷയം. അപ്പോൾ ആ ബഡ്ജറ്റ് അവരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കും. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ പടം മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമന്റ്സ് അറിയിക്കുക കമന്റ് ബോക്സ് വഴി അവരുടെ ചാനലിലോട്ട്. ഓക്കെ, ആ പടത്തിന്റെ പേര് പറഞ്ഞില്ലോ. പടത്തിന്റെ പേര് നിഴൽ. ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ റിലീസ് ആകാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് മിക്കവാറും അടുത്ത മാസം റിലീസ് ആകുമായിരിക്കും. ഓക്കെ, അപ്പൊ നിഴൽ ഫസ്റ്റ് പാർട്ട്. ഈ പടത്തിനകത്ത് എന്റെ ഒരു ചെറിയൊരു പങ്കുണ്ട്. ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പൊ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ LPG കട്ടക്ക് നിൽക്കണം. ഓക്കെ, പോകാം. അവിടെ പയ്യന്മാർ വെയിറ്റ് ചെയ്യുന്നു പൂജപ്പുര മണ്ഡപത്തിൽ. നമ്മൾ ലേറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യമുണ്ടല്ലോ, ഓർഡർ അടിച്ചാൽ എന്ത് ചെയ്യും? ഓർഡർ ക്യാൻസൽ ചെയ്തത് തന്നെ അല്ലേ. ഓക്കെ, പേഴ്സ് എടുത്ത് ഫോൺ എടുത്ത് ഹെഡ്ഫോൺ റെയിൻകോട്ട് കുടിക്കാനുള്ള. ശരി, ബൈ, സീ യു. ഓക്കെ, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. നല്ല ഉഗ്രം വൈബിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നത്തെ കാലാവസ്ഥ നല്ല മഴയാണ്. ഉച്ചയ്ക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴ കുറവുണ്ട്. മിക്കവാറും രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്ത കൊള്ളായിരുന്നു, സർജി കിട്ടുമായിരുന്നു അല്ലേ. ഉച്ചയ്ക്ക് മഴയുള്ള സമയത്ത് ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഷോക്കും പോസ്റ്റ് അടിയായിരുന്നു. ഇതുപോലെ കുറേ പോസ്റ്റ് ഉണ്ടായിരുന്നു. BSNL പോസ്റ്റ്, KSB പോസ്റ്റൊക്കെ അടിച്ചാണ് നമ്മൾ ജോലി ചെയ്തത്. എവിടെ നിൽക്കണം നമ്മൾ കാണാനില്ല. ഇവിടെ നിൽക്കുന്ന പറഞ്ഞു ഈ ഭാഗത്ത്. അപ്പോൾ വണ്ടി ഒന്ന് സൈഡിൽ വാ. ഓക്കെ, ബൈസോൺ സേഫ് ആണല്ലോ. ഞാൻ ദേ പോയി ഇതാ വന്നു. അതുവരെ അവിടെ വെയിറ്റ് ചെയ്യും. കാക്കയാണ് പ്രശ്നം അല്ലേ. കാക്ക തൂറണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും. എവിടെ നമ്മളെ നേരിൽ പറഞ്ഞ ടീമുകൾ കാണാനില്ല. ഒരുത്തന്മാരെ വരാൻ പറഞ്ഞിട്ട് പോയാ ഇല്ല. ഹായ് ഹായ്, ഇതാണ് നമ്മളെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വലിയ ഡയറക്ടർ അല്ലേ. മെർവിൻ വന്നില്ലേ? ഇതൊക്കെ പുതിയ ആൾക്കാരായിരുന്നു. ഇവരൊക്കെ കാണണോ? താങ്ക് യു. പറമ്പിൽ ക്ഷേത്രം. അമ്മയാണോ? നിങ്ങളുടെ അമ്മയാണോ അത്? നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തമ്മിലായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വ്ളോഗ് ക്യാമറ ലൈവ് ഇരിക്കട്ടെ. നിങ്ങളൊക്കെ വാ എല്ലാവരും. ഞാൻ മാത്രം അപ്പോൾ വ്ളോഗ് ശരിയാവില്ല. ആണോ? താങ്ക്സ്. ജിമ്മിൽ പോണോ? നല്ല അടിപൊളിയാണല്ലോ ബോഡിയൊക്കെ. ആണേ, ഫ്രെയിമിൽ വാ എല്ലാവരും. മറ്റേ ഒരാൾ ഇവിടെ അവിടെ ഇരിക്കുന്നത്. ഇറങ്ങി താഴെ ഫ്രെയിമിൽ വാ. സീനിയർ ജൂനിയർ പോലെ അല്ലേ. ഇവരൊക്കെ ജിമ്മൊക്കെ ആയി നല്ല ആണോ? നല്ലത് തന്നെ സത്യം പറഞ്ഞാൽ. ആ നല്ലത്. എപ്പോഴും നമ്മൾ പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ. ഇവ കിളാൻ വരാൻ പാടില്ല പെട്ടെന്ന്. മെർവിനോടെ ക്യാമറാമാൻ മെർവിൻ. അപ്പോൾ ഈ പുള്ളിയാണ് അക്ഷയ്. അപ്പോൾ ഈ പുള്ളിയാണ് സോറി പേരുകൾ ഒരേപോലെ എല്ലാത്തിനും. അപ്പോൾ ഇത് ആകാശാണ് ഡയറക്ടറാണ് പടത്തിൻ്റെ. ഡയറക്ഷൻ, പിന്നെ എന്തോന്ന് ഡയലോഗ്, സ്ക്രീൻ പ്ലേ, റൈറ്റർ, പ്രൊഡ്യൂസർ, അപ്പോൾ എല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. സൂപ്പറാട്ടോ. മെർവിനോടെ. മെർവിൻ കുറച്ച് വെളുത്തല്ലേ, വ്ളോഗല്ലേ. മേക്കപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. വളരെ നീറ്റാണ് വന്നിരിക്കുന്നത്. വെളുത്തല്ലേ. അശ്വിനല്ലേ പേര്? ആദിത്യ. എല്ലാം വെച്ചായിരിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടോ. ആകാശ്, മെർവിൻ, ആദിത്യൻ. ഓക്കെ. പുള്ളിക്ക് റോള് ഗസ്റ്റ് റോള് ആ സിനിമയിലുണ്ട്. ഞാനും ഉണ്ട് പടത്തിൽ. ഞാനും പടത്തിലുണ്ട്. അത് എന്തെന്ന് പറയുന്നില്ല, നിങ്ങൾ പടം കാണാൻ മനസ്സിലാവും അല്ലേ. എന്നാലും മെയിൻ റോളാണല്ലേ. ആ റോളില്ലെങ്കിൽ ആ പടം വിജയിക്കില്ല. അപ്പോൾ ആ പടമേ ഇല്ല. അപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നൊരു ചെറിയ പടം ചെയ്തിരിക്കുകയാണ്. അതിൽ ചെറിയ കുറവുകൾ എന്താ അല്ലേ. അതൊന്നും വലിയ കാര്യമാക്കാതെ നമ്മൾ ഫ്യൂച്ചർ നല്ലൊരു കിടിലം പടം ചെയ്യും.
ഇതൊരു സ്റ്റാർട്ടപ്പാണ്, ഒരു ചെറിയ ട്രെയിലർ പോലെയാണ് അല്ലേ. അപ്പോൾ ഈ പടം കണ്ട് ആർക്കെങ്കിലും പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അക്ഷയെ കോൺടാക്ട് ചെയ്യുക. അക്ഷയ് ആരുമില്ല, അക്ഷയ് ആരുമില്ലേ, മറ്റേ ആകാശിനെ കോൺടാക്ട് ചെയ്യുക. പുള്ളി നല്ല പോലെ ഡയറക്ഷൻ ചെയ്യുന്ന ആളാണ് അല്ലേ. ഇനി നല്ല എക്സ്പീരിയൻസ് ആയി നല്ല ഒരു കുറേ കാര്യം പഠിക്കുമ്പോൾ നല്ല സൂപ്പർ പടം എടുക്കും. ഇതിനേക്കാളും ഇതൊക്കെ ഒരു ചെറിയൊരു സാമ്പിൾ കാണിക്കുകയാണ് അല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. എല്ലാം ബിടെക് ടീംസ് ആണ് അല്ലേ. ഏത് കോളേജ്? മോഹൻദാസ് കോളേജിൽ നിന്ന് ഇറങ്ങിക്കാണ് ബിടെക് പഠിച്ച് സിനിമ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തണ്ടി വരുവാ ചിമ്പു പോലെ ഇങ്ങ എന്നെ സൊല്ലുത് ജെസി സൊല്ലുതാ അല്ലേ. അതല്ലേ ഇവിടെ എന്ത് പറയണത് കേൾക്കണം അല്ലേ. നിങ്ങൾ പടത്തിനെ പറ്റി എന്താണ് പടം എന്താണ് സംഭവം? കൊച്ചു പടമാണ്, ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത പടമാണ്. അത് എങ്ങനെ പറയാം, ഏത് ഫോൺ? ഐഫോൺ അല്ലേ? ഐഫോൺ 13 ഷൂട്ട് ചെയ്തത്. എല്ലാവരും കണ്ടു നോക്കാം. തീം എന്താണ്? തീം ഒരു ചെറിയ ആക്ഷൻ ആണ് മെയിൻ. ചെറിയ ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത ക്യാമറ മെർവിനാണ്. ഇവ ഒരു രക്ഷയുടെ ആംഗിളൊക്കെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അത് വലിയ മറ്റേ പേരെന്തോ അങ്ങനെ ക്യാമറാമാൻ്റെ മറന്നുപോയി. രാജമൗളി ആ ടൈപ്പിലുള്ള ക്യാമറ സെറ്റപ്പാണ്. അത്രക്കില്ല, എന്നാലും പുള്ളി നല്ലപോലെ ആംഗിൾ സൂപ്പറാട്ടാ, നല്ല വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ടെക്നിക്കലായിട്ട് സൂപ്പറാണ് പടം. നല്ല ക്യാമറ ആംഗിൾസ്, സൗണ്ട് സൂപ്പറായിട്ട്, ലൈറ്റിംഗ് അടിപൊളിയായിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടറാണ്. മറ്റേ ലോകേഷ് അസിസ്റ്റന്റ് ഡയറക്ടർ പോലെ അങ്ങനെ സെറ്റപ്പ് തന്നെ. ഇത് എനിക്ക് കാരണം ഞായറാഴ്ച ഇറങ്ങും പടം ഇറങ്ങണം. ഈ ബ്ലോഗ് വരുന്നത് പടം കണ്ടല്ലോ അല്ലേ? ഓക്കെ. സത്യം പറഞ്ഞ ഞാൻ പ്രതീക്ഷിച്ചത് ഇവര് വിളിച്ചപ്പോഴേ ഏതോ ഒരു ഷോർട്ട് ഫിലിം പിള്ളേർ എടുക്കൂലേ പടങ്ങളൊക്കെ, അതേ വിചാരിച്ചു. പക്ഷെ ഇവരെടുത്ത പടം കണ്ടപ്പോൾ ഒരു ടെക്നിക്കലായിട്ട് സൂപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബ്ലോഗറാ, ഇൻസ്റ്റാഗ്രാമറാ. അപ്പൊ നമ്മൾ ശത്രുവാണല്ലേ, കോമ്പറ്റീറ്റർ. അപ്പം കാണിച്ചു കൊടുത്താൽ പറ്റൂലേ നമ്മളാണ് അവരാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടീമിൽ മൊത്തം എത്ര പേരുണ്ട്? നമ്മളൊരു 7 പേരാണ് മൊത്തം ചെയ്തിട്ടുള്ള. മൊത്തം ചെയ്തിട്ടുള്ള 7 പേരാണ്. ഒരു 4 പേരാണ് അഭിനയിച്ചിട്ടുള്ള. മെയിൻലി ഞാനും പിന്നെ മറ്റേ ശ്യാം എന്നൊരു പേനുമാണ് മെയിൻലി ചെയ്തത്. അടുത്ത പടം തൊട്ട് നമുക്ക് കുറച്ചും കൂടെ ഇപ്പൊ ഇതിനെ ഇരിക്കുന്ന കാര്യം കുറച്ചും കൂടെ നൈസാക്കാം. അടുത്ത പടം മിക്കവാറും അടുത്ത മാസം തന്നെ വരും. അധികം വൈകാതെ തന്നെ അടുത്ത വരും. ആർക്കെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. പുള്ളി നമ്പർ എന്തായാലും കൊടുക്കുമായിരിക്കും. വലിയ പൈസ ഒന്നുമില്ല, 10,000 റേഞ്ചിന്റെ അകത്ത് തന്നെ കിട്ടിയാൽ നോക്കാം. ഓക്കെ, അപ്പൊ ഹാപ്പി ആണല്ലോ അല്ലേ? അപ്പൊ റിലീസ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വ്ളോഗ് റിലീസ് ആയിക്കോളൂ അല്ലേ? ഡേറ്റ് ജൂലൈ 20 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജൂലൈ 20 വൈകിട്ട് 6 മണിക്കല്ലേ? 6 മണി. ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്ര തന്നെ വേറെ പറയാനില്ലോ. മൈക്കിൽ പറ. കമോൺ ഗൈസ്, കൊട്ടൊക്കെ നിൽക്കണം അത്ര തന്നെ. ഓക്കെ ബൈ, നോക്കി പോകണം, മഴ വീണ് തരാം. ഓക്കെ പോകുന്ന നല്ല മഴ തുടങ്ങി. ഇനി ഓർഡർ അടിച്ചാൽ മതിയായിരുന്നു, നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ട് ലാമയിൽ തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അടിച്ച് ഓർഡർ 7:30 മണിയായി. 1.5 മണിക്കൂർ പോയിട്ടാ. അപ്പോൾ ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കുകൊള്ളണം അല്ലേ? എന്നാൽ ക്രോസ് ചെയ്യട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓർഡർ റെഡിയായി നിൽപ്പുണ്ട്. മഴ ലൈറ്റായിട്ട് പെയ്യണ്. സർജ് ഓണായി നോക്കട്ടെ. സർജ് ഓണായിക്കൊള്ളാം. 0000. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ഡ്. കാമാച്ചി മാമ സൈറ്റ് അടിക്കേ വിടിയ കാതലിക്കേ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കൈമൻ. ഇവിടെ നിന്ന് കറക്റ്റ് 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ, ബട്ടർ ചിക്കൻ, പിന്നെ വന്നിട്ട് വേറെ അപ്പം. ബട്ടർ ചിക്കൻ ആൻഡ് അപ്പം. മണിപ്പോൾ കറക്റ്റ് 7:30 മണിയായി. നല്ല ഹാപ്പി വൈബിൽ നിൽക്കുകയാണ്. കാരണം ഷോർട്ട് ഫിലിമിൽ ഞാനും ഉണ്ട്, ഒരു ചെറിയൊരു പങ്ക്. എത്ര തന്നെ അടുത്ത പാർട്ടിൽ ഞാൻ മിക്കവാറും അഭിനയിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ വിലസാം. ഈ ഒരു പടം ഇങ്ങനെ പോട്ടപ്പോഴത്തേക്ക് അല്ലേ? അടച്ചിട്ടുണ്ട്. പേടിഎമ്മിൽ 110 രൂപ ലഭിച്ചു. താങ്ക് യു. പോന്നാ ഞാൻ അടിച്ചാത്ത അങ്ക മട്ട 4 മാസം തൂങ്ക മാട്ടെ. ആ പാട്ട് കുറച്ചും കേട്ടായിരുന്നു. വിജയുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടിവേഷനാണ്. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജാണ്. വിജയുടെ പാട്ടെന്നല്ല, ഇതുപോലത്തെ ഇൻട്രോ പാട്ട് എല്ലാ നായകന്മാരെ പാട്ടും കേൾക്കുമ്പോൾ മോട്ടിവേഷനാണ്. അങ്ങനെ വേണം പറയാണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫാൻസുകാർ പാട്ടുണ്ടാക്കാൻ വരും. ഇതെന്തിനാണ് അങ്ങനെയൊക്കെയാണ്? അവിടെ നിന്നൊരു ആട്ടോ, ഇവിടെ നിന്നൊരു കാർ, ഇതിൽ ഇടയ്ക്ക് കൂടെ എങ്ങനെ കയറാൻ പറ്റും? ഭയങ്കര പാടാനാട്ടോ വണ്ടി ഓടിക്കാൻ. എന്തോന്നാണെന്തോ, നല്ല മഴയെന്ന് പറയാൻ പറ്റില്ല, ഒരു ചാറ്റലാണത്. ഇത് രാവിലെ തൊട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മതി, നമുക്കിതാണ് ആവശ്യമല്ലേ? ഇതാകുമ്പോൾ സർജ് ഓണായി കിടക്കാൻ ചെയ്യും, നമ്മൾ നനയില്ല ഭയങ്കരമായിട്ട്. ഓക്കെ, നമ്മൾ പോകേണ്ടത് കൈമനല്ല, നീറമങ്കരയാണ്. ഇത് നീറമങ്കര നേരെ പോകുമ്പോൾ കൈമൻ ലൊക്കേഷനിൽ വരും. ഇല്ല, അതാണ് കൈമനെ കാണിച്ചത്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. ഇത് എവിടെയാണ് വീട് വരുന്നത്? 72 ഇവിടെ വരും. അവിടെ ആയിരിക്കുമോ? ശരി, വിളിച്ചു നോക്കാം. ബാ, അവിടെയാണോ? ഓക്കെ എന്നാൽ ഓക്കെ, ഡെലിവേർഡ് ഓർഡർ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 35 രൂപ 11 പൈസയാണ്. പിന്നെ അടുത്ത ഓർഡർ അടിക്കാൻ എങ്ങോട്ട് പോകണം? കരവാൻ ജംഗ്ഷനിൽ പോയി നിൽക്കാം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കുബാർ കഫേ. കൊള്ളാമല്ലോ, നല്ല ഓർഡറാണല്ലോ. 56 ഓർഡറാണെങ്കിൽ 30 ടിപ്പ്. ആക്സെപ്റ്റ് ഓർഡർ. സർച്ചില്ലേ? അപ്പം സർച്ചില്ല കേട്ടോ. അവർ ഓഫ് ചെയ്താ. മഴ നിന്നാ. മഴ പെയ്യൺ ലൈറ്റ് ആയിട്ടല്ലേ, ഒരു 2-3 തുള്ളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഴാൻ തന്നെ. അതൊന്നും പറഞ്ഞാൽ സർജ് ഓഫ് ചെയ്യണത് എന്ത് വകയിൽ ന്യായം? കൊള്ളാമല്ലോ അവർ കാണിക്കണത്.
ടാപ്പ് കാണിക്കില്ല ചാർജ് ഓൺ ആക്കി ഇട്ടേക്കണം 10-10:30 മണി വരെ. പിന്നെ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഓഫ് ആയിട്ടോ. പണ്ടൊക്കെ ഓൺ ചെയ്തിടുമായിരുന്നു മഴ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 4 മണിക്കൂറത്തേക്ക്. പിന്നെ ഒരു കാര്യം, മഴ ഇല്ലെങ്കിൽ എന്ത് തണുപ്പുണ്ടല്ലോ നല്ല പോലെ, ആ തണുപ്പിനുള്ള സർജ് ഇതാ. അടുത്ത വ്ളോഗിലാവട്ടെ കയ്യിലൊരു ഓസും വെള്ളം കൊണ്ടിറങ്ങാം. മഴ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് സ്പ്രേ ചെയ്യാം, അതെടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം, വീഡിയോ എടുത്ത്. അങ്ങനെ ഓണാവുന്നില്ല. സർജ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ട വീഡിയോ ഇതേപോലെ 4 ജോലി ഇടണം എവിടെയെങ്കിലൊക്കെ. ഓക്കെ, റെഡിയായി ഫുഡ് എടുക്കാം. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല. ഇതുപോലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ വേറെ വിഷയമില്ല. പോസ്റ്റ് ആകുമ്പോഴല്ലേ നമ്മൾ. ഓക്കെ, കാണോ KLTN സുധീഷ്, KLTN നോക്കിയാൽ മതി യൂട്യൂബിൽ. നിങ്ങളൊക്കെ ഉണ്ട് വ്ളോഗിൻ്റെ അത്. ഇന്നത്തെ വ്ളോഗ് ഞായറാഴ്ച വരും, കണ്ടാൽ മതി. ഓക്കെ, ഓർഡർ അക്സെപ്റ്റഡ്, ഓർഡർ പിക്കഡ്, അക്സെപ്റ്റ് കഴിഞ്ഞു. നീ റോജാന മുള്ളേ ഓ കയ്യിലെ ഐഫോൺ സെല്ല്, നീ ദാവണി പോട്ട മൈന എന്നെ മൈക്കറിയേ കുയിന. ഓക്കെ, പോന്നാ. ഇവിടെ നിൽക്കാം, സിഗ്നൽ വേണ്ടിയിട്ട് അറിയാം. എല്ലാവരും നിൽക്കുകയല്ലേ, കയറി പോകാൻ പാടില്ല. അവിടെയാണ് നമുക്ക് കയറി പോയത്. അങ്ങനെ പയ്യ എന്നാൽ ബാക്കിൽ കയറി വരണ, എന്നാ സൈഡ് കയറുന്ന. ഓക്കെ അത്രേ ഉള്ളൂ. നമ്മൾ യൂട്ടേൺ എടുത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കോഴിക്കുന്ന്. ഇവിടുന്ന് കറക്റ്റ് 6.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതിൻ്റെ പൊറോട്ട ആൻഡ് ചിക്കനാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8 മണിയായി. അപ്പോൾ 8 മണി, അപ്പോൾ 6 to 8 മണി വരെ 2 ഓർഡർ എടുത്തോളാം. ആ പാടെ 1 മണിക്കൂർ പ്രൊമോഷനിൽ പോയി. 1 മണിക്കൂർ ഓർഡർ അടിച്ചില്ല, അത് വേറെ വിഷയം. പ്രൊമോഷൻ എന്ന് പറയാൻ പാടില്ല. നീ റോജാന മുള്ളേ ഓ കയ്യില ഐഫോൺ സെല്ല്, ഉன்னை பார்த்தாலே கொஞ்சம் சில்லு பிங்கன்னு இருக்கு காமாட்சி மாமே சைட் அடிக்க உன்னை விடிய விடிய കാതലിക്ക നീ ദാവണി പോട്ട മൈന. കൊള്ളാല്ലേ പാട്ട്? ആദ്യം കേട്ടപ്പോൾ ഒരു എന്ത് പറയാ, ഫ്രീക്ക് ഫീൽ ആയിരുന്നു. ഫ്രീക്ക് ഭയങ്കര പാട്ട് പോലെ ആയിരുന്നു. പിന്നെ കേട്ടപ്പോൾ കൊള്ളാം, നല്ല സ്റ്റൈലിഷ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജായി അല്ലേ. നമ്മളങ്ങനെ പാപ്പനംകോട് പൂഴിക്കുന്ന് എത്തിയിട്ടുണ്ട്. പൂഴിക്കുന്നിൽ എങ്ങോട്ടാണ് പോകേണ്ടത്? വെയിറ്റ് വണ്ടി ഒതുക്കി. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് തന്നെ തെങ്ങുവിള ലൈൻ. അങ്ങോട്ട് എനിക്ക് അറിയാറ്. റോഡ് കുഴപ്പമില്ല കേട്ടോ. റോഡുണ്ട്, കുറച്ച് റോഡ് കട്ടറായിരിക്കും, അത് വേറെ വിഷയം. ആ വിഷയമല്ല തീർച്ചയായും. കട്ടയ്ക്ക് മുന്നോട്ട് പോകും, അത്ര തന്നെ. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മളെ കൂടെ ഒരു 1 ലക്ഷം പേരുണ്ട് അല്ലേ? ഒന്ന് ഉറച്ച് പറ. 1 ലക്ഷം പേര്. 1 ലക്ഷം പേരുണ്ടെങ്കിൽ വ്യൂസ് 10,000 ഉള്ളൂ. പിന്നെ ഷോർട്സൊക്കെ ലക്ഷങ്ങൾ പോകും, അതേ ഉള്ളൂ. ഈ ഷോർട്സ് കാണുന്ന ആൾക്കാർ ഈ ലോങ് വീഡിയോ കണ്ടാൽ കൊള്ളായിരുന്നല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കേട്ടാ. ഒന്ന് ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എടുത്ത് നോക്ക്, വീഡിയോ ഒക്കെ അടിപൊളിയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സൊമാറ്റോ വ്ളോഗ് ട്രിവാൻഡ്രം സിറ്റി ഒക്കെ കാണാൻ. ഓക്കെ, ലൊക്കേഷൻ എത്തി. ആദ്യം തന്നെ ഇവിടെ അല്ലേ സ്വപ്ന. ശരിയാണ്. ഡെലിവർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 90 അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത പോകേണ്ട എങ്ങോട്ട് പോകാൻ? നേരെ പോയി പാപ്പനംകോട് ജംഗ്ഷൻ നിൽക്കാം. അവിടെ നിന്ന് അടുത്ത ഓർഡർ ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം. മണി ഇപ്പോൾ 8:10 ആയിട്ടുണ്ട്. 2 മണിക്കൂർ സമയമുണ്ട്. 2 മണിക്കൂറിൽ 4 ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് അടിക്കാം സൂപ്പറായിട്ട്. നീ ദാവണ്ണി പോട്ട മൈന എന്നെ മൈക്കറിയേ കൊഞ്ച കൊയിന. തൊണ്ട സൗണ്ട് പോയിട്ടാ, അത് തൊണ്ടയ്ക്ക് ചെറിയ എന്തോ പ്രശ്നമുണ്ട്. അന്ന് ഇതുപോലെ കഴിഞ്ഞ വ്ളോഗിൽ പാടിയപ്പോഴേ തൊണ്ട വരണില്ല കറക്റ്റായിട്ട്. ആ ഒരു ഒഴുക്ക് വരണില്ല, എന്തോ പ്രശ്നമായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സായ് ആനന്ദാസ് കരമന. സംഭവം ചെറിയ ഓർഡറാണ്, എന്നാലും കുഴപ്പമില്ല. ഓർഡർ അടിക്കാനല്ലോ, അതിന് വലിയ വിഷയം. സിഗ്നൽ വേണം. കമോൺ ക്വിക്ക്. ഈ സമയത്ത് ചെറിയ ഓർഡർ നല്ലത്, എങ്കിലേ നമുക്ക് ഇൻസിഡൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മഴ പെയ്യുന്ന സർച്ച് ഓണാക്കണ്ട. എന്തൊരു ടാപ്പ് കാണിക്കുന്നത് നിങ്ങൾ? 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ചുമ്മാ എന്തോന്ന് കാണിക്കണത്? ചെറിയ മഴയായാലും വലിയ മഴയായാലും മഴ തന്നെ. സർച്ച് ഓണാക്കാതെ കളിക്കണം. റിപ്പോർട്ട് ട്രെയിൻ എവിടെ? റിപ്പോർട്ട് ട്രെയിൻ ക്യാപ്ചർ വീഡിയോ. ഇതാ മഴ കാണിച്ചിട്ടാണെങ്കിൽ വേണണ്ട. ചുമ്മാ എന്തോന്ന് കാണിക്കണം? മഴ പെയ്തുകൊണ്ടിരിക്കണം. അത് പറഞ്ഞത് അങ്ങ് ഓൺ ചെയ്തിടണം 10 മണി വരെ. സർച്ച് കോഡ് നിങ്ങൾ പയ്യന്മാർക്ക് പാവം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യല്ലേ. സമയത്തിന് ആഹാരം കഴിക്കാതെ മഴയത്ത് കിടന്ന്. എന്തായാലും വെതർ റിപ്പോർട്ട് കാണും പറയാൻ പറ്റും മഴ ഉണ്ടായില്ലെന്നുള്ള കാര്യം. ഇടയ്ക്കിടയ്ക്ക് മഴ കുറേയും കൂടും, അതൊന്നും കാര്യമാക്കാൻ പാടില്ല. അങ്ങ് ഓണാക്കി ഇടുക 4 മണിക്കൂറത്തേക്ക്. കെട്ടിയിട്ട് പോട്ട് പയ്യന്മാർക്ക്. ലക്ഷങ്ങളൊന്നും കൊടുക്കണമല്ലോ. കൂടിപ്പോയി ഒരു ഓർഡർ 20 രൂപ കൊടുക്കുമായിരിക്കും. ഒരു 4 ഓർഡർ ആകുമ്പോൾ 100 രൂപ കിട്ടുമായിരിക്കും, 180 കിട്ടുമായിരിക്കും. എത്ര പൈസകൾ ആംബുലൻസറും. ഓ, നല്ല അർജൻറ്റാണ് കേട്ടോ, അത്ര സ്പീഡിൽ പോണത്. ഓക്കെ, സായ് ആനന്ദാസ്. വണ്ടി ഇവിടെ വെച്ചാലോ? കുഴപ്പമുണ്ടോ? റീച്ച് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 2 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫുഡ് റെഡി വന്നാച്ച് ഇപ്പോൾ എടുக்கலாம். ബാ ഇടയ്ക്കിടയ്ക്ക് തമിഴ് വ്ളോഗ് ചെയ്യാം അല്ലേ, എങ്കിൽ രസമുള്ളൂ. KLT എന്ന് പേര് വെച്ചിട്ട് നമ്മൾ തമിഴ് ഫാമിലി ആയതുകൊണ്ട് ആണ് KLT എന്ന് വെച്ചത്. പക്ഷെ മലയാളം മാത്രമാണ് പറയുന്നത് ലാംഗ്വേജ് ആയിട്ട്. 7359 അത് തന്നെ. ചീസ് പനീർ മസാല, പനീർ ഡ്രാഗൺ. മഴയാണ്ട് പടിയൊക്കെ പതുക്കറാണ്, ടൈൽസാണ്, ചറുക്കി അടിച്ച് വീണം, മണ്ട അടിച്ച് വീഴും. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മരൂർക്കാട്. ഇവിടെ നിന്ന് കറക്റ്റ് 3.1 കിലോമീറ്റർ ദൂരമുണ്ട്. ഓ, ഭയങ്കര വിശപ്പ് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, കപ്പലണ്ടി വയ്ക്കാം. ഒരു കപ്പലണ്ടി. ഓക്കെ, ചില്ലറുണ്ടാ? നല്ല വിശപ്പ്. ഇടയ്ക്കൊന്ന് ഫ്രീ ആകുമ്പോൾ കഴിക്കാം, ഇരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇതൊക്കെയാണ് നമ്മളെ ഫുഡ്. പോകുന്ന വഴിക്ക് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട്. ഏത്തപ്പഴം കഴിക്കും, കപ്പലണ്ടി കഴിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ പിടിച്ചിക്കാൻ പറ്റില്ല, എനർജി കാണില്ല. വർക്ക് ചെയ്യുമ്പോൾ വരുമ്പോൾ എപ്പോഴായിരിക്കും ദേഷ്യം വരും. അതുപോലെ മഴയായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വിശക്കുകയാണ്. നമ്മുടെ ബോഡിക്കകത്ത് എന്തൊക്കെ ഓർഗാൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ബേസിക്കായ കാര്യം പഠിക്കണം, നല്ലതാണ്. എങ്കിലേ നമ്മളുടെ ഹെൽത്ത് വെൽത്ത് ആയിരിക്കുള്ളൂ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് തന്നെ നല്ലപോലെ സമ്പാദിച്ചിട്ട് ഒരു അസുഖം വന്നാൽ
ആ സമ്പാദ്യം മൊത്തം തീർന്നു ഒറ്റയടിക്ക്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വിഷയമില്ല അല്ലേ. അപ്പോൾ ആർക്കെങ്കിലും ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പ്രൊമോഷൻ അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. അപ്പോൾ ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വൈഫ് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. HDFC ലൈഫിൻ്റെ ഇൻഷുറൻസ് ആണ്. 100% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോകളാണ്. അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നേരത്ത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, നല്ലപോലെ പെൻഷൻ സ്കീമുണ്ട്. എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾ 2.5 ലക്ഷം അടയ്ക്കുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അത് 15 ലക്ഷമായിട്ട് മാറും. കിട്ടുന്ന പൈസ സേവിങ്സ് ചെയ്യണം, നല്ല കാര്യമാണ്. പക്ഷേ ആ സേവ് ചെയ്യുന്ന പൈസ ഒരു 10 വർഷം കഴിഞ്ഞാൽ അതേ വാല്യൂ ആയിരിക്കണം. സാർ ഇവിടെയാണോ? ഓക്കെ പോന്നാ. ഓർഡർ ഡെലിവേർഡ്. കൊള്ളാം കേട്ടോ. ഓർഡർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർജ് ഓണായ ഇല്ല, ടാപ്പായി പോയിട്ടാ. മഴ പെയ്തിരിക്കണം, എന്നിട്ട് ചാർജില്ല. ഒരു മിനിറ്റ്, ഇതാണ് കുഴപ്പം. ഈ ഏരിയ കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഒരേപോലെ ആയിരിക്കും. നമ്മൾ ലാൻഡ് മാർക്ക് പറഞ്ഞാൽ എല്ലാം പോയി. ഒരു കാര്യം ചെയ്യാം, മാപ്പ് ഇടാം. കൈമനം ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ അബദ്ധം തന്നെ. കുഴപ്പമില്ല, വേറൊന്നുമില്ല. നമ്മൾ റൂട്ട് ഇട്ടപ്പോഴേ കരമനെ, ഞാൻ മാപ്പിൽ കരമനെ കൊടുത്തപ്പോഴേ അത് കരമന റിവറായി പോയി. ഇപ്പോൾ റിവറിൻ്റെ ലൊക്കേഷൻ കാണിച്ചത് അത് ഏതൊക്കെയോ റൂട്ടിൽ കൂടെ കയറി ആറ്റിൻ്റെ കരയെത്തി. കരമന കിടക്കുന്ന അപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ഞാൻ മാപ്പ് നോക്കി വന്ന കുഴപ്പമാണ്. ഇത് നമുക്ക് ചില ഏരിയയിൽ പോകുമ്പോഴേ നമുക്ക് കൺഫ്യൂസ് ആവും. എല്ലാം ഒരേപോലെയായിരിക്കും. ശരി, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കാൻ സ്ഥലം കൊഞ്ചൽ വെള്ളത്താറായി. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബുർജ് അൽ മന്തി. സർജ് ഇല്ലല്ലോ, ടിക്കറ്റ് കൊടുത്ത് സർജ് ഇല്ല. ഇപ്പോൾ ബുർജ് അൽ മന്തി, ബർജ് അൽ മന്തി, ബുർജ് കറക്റ്റാ പറ. ബർജായിരിക്കും മിക്കാറ്. അടുത്ത് തന്നെ ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയാൽ മതി, ലെഫ്റ്റ് സൈഡിലായിട്ട്. വിശപ്പ് തുടങ്ങി. കഴിക്കണ്ടേ കപ്പലണ്ടി? മറന്നു കേട്ടാ. റീച്ച് ലൊക്കേഷൻ റെഡി ആയോ? ഇല്ല, 3 മിനിറ്റാ. ഓക്കെ, റെഡിയായി. അടിച്ച് ഫെറ്റ്. വെള്ളം അടയ്ക്കാൻ പൈസ ഉണ്ട്, കഴിക്കാൻ പൈസ ഇല്ല. ആഞ്ചു കൊടുക്കാമായിരുന്നു ഫുഡ് വേണമെങ്കിൽ. ഫുൾ ഫിറ്റാണ് നിൽക്കുന്നത്. ഞാൻ ഇത് കൊടുത്ത് കംപ്ലൈൻറ്റ് എടുത്ത്. കാണണം, ദോശ തന്നെ വേണോ? കൊള്ളാം, ഓരോരുത്തമ്മ ഇറങ്ങിക്കോളും. വെള്ളം അടിച്ചിട്ട് ഫിറ്റായിട്ട് പൈസ വാങ്ങണം. മക്കൾ വിശക്കണ ദോശ മതി, വേറൊന്നും വേണ്ട. ഓർഡർ പിക്കഡ്. കുറേ ചീത്തയാണ് വിളിക്കേണ്ടവനൊക്കെ. വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടി ഇറങ്ങിയാണ്. പറയണം തോന്നുന്നു, മക്കളെ ദോശ വാങ്ങിച്ച് തരുമോ, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. നമ്മളിപ്പോൾ നമ്മളെ ജോലി ഇടയ്ക്ക് നമുക്ക് അതിനുവേണ്ടി പോകാൻ പറ്റില്ല ഹോട്ടലിൽ കയറി. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കും, മനസ്സിലായോ? അതാണ് പ്ലാന്. അപ്പോൾ അങ്ങനെ പൈസ വാങ്ങിച്ച് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊന്നും നിൽക്കണം, നല്ല ഗാപകപ്പാന്ന് മണം അടിക്കണം. അമ്മോ, ഇങ്ങനെ പോലെ ഒരു പൈൻ്റ് അടിച്ച് വേണമെങ്കിൽ വിശക്കണവർക്ക് ആഹാരം കൊടുക്കുന്ന വിഷയമില്ല, കൊടുക്കാം. പക്ഷേ ഈ അടിച്ച് ഫിറ്റായി നിൽക്കുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അവർ വെള്ളം അടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ അപ്പോൾ ആഹാരം കഴിക്കാൻ എന്താ പൈസയ്ക്ക് അല്ലേ? ഞാൻ കണ്ട ഈ വിശക്കാണ്, ഈ സമയത്ത് ഞാൻ എന്ത് കഴിക്കണം? കപ്പലണ്ടി കഴിക്കുകയാണ്. ഇപ്പോൾ ഇത് കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറയണത്. ദോശ തന്നെ വേണോ? ഞാൻ വിശന്നിട്ടാണ് കഴിക്കണത്. കൊള്ളാം. ഓക്കെ, പോന്നാ. എനിക്ക് ഇങ്ങനെ ആൾക്കാർ കാണുമ്പോഴേ കട്ട കളി വരും. ഒരു അടി കൊടുക്കാൻ തോന്നും സത്യമായിട്ടും. കാരണം ഒരു 10 രൂപയുടെ വാല്യൂ എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു 20 കെട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓർഡർ എടുത്ത് ആ തിരക്കിനിടെ പോയി ഓർഡർ എടുത്ത് പിക്ക് ചെയ്ത് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെട്ട് വെയിലത്ത് പോയി ആ കസ്റ്റമറിൻ്റെ വീട് കണ്ടുപിടിച്ച് ആ ഓർഡർ കൊടുക്കുന്ന കെട്ടണം 20 രൂപയ്ക്കും. അപ്പോൾ ആ 20 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഇവനൊക്കെ ഒരു ജോലിയും ചെയ്യാതെ വീട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങിച്ച് വെള്ളം അടിച്ചിട്ട് രാത്രി വിശപ്പിന് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിൽക്കും. നീ ആ വെള്ളം അടിക്കുന്ന പൈസ ആഹാരം കഴിക്കാത്തത്? അതാണ് എൻ്റെ ചോദ്യം, മനസ്സിലായ? അതായത് വെള്ളം അടിക്കാൻ തെറ്റെന്ന് പറയണില്ല, നിന്റെ കുടുംബക്കാർ നോക്കിയിട്ട് നീ വെള്ളം അടി. അല്ലാതെ വെള്ളം അടിക്കുന്നമാരൊക്കെ വെറും വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി വേസ്റ്റ്. എന്താ ചെയ്യാൻ? സമൂഹത്തിൽ കുറേ ഇങ്ങനത്തെ ടീമുകളുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് പൈസ വയ്ക്കുകയാണ്. എനിക്ക് വേണ്ടി കണ്ടന്റാക്കായിരുന്ന സമയത്ത് പിന്നെ പാവം നോക്കി വിട്ട് പോട്ട്. കുറച്ച് മുമ്പ് അങ്ങനെ പൈസ കൊടുക്കാത്തതുണ്ട്. എങ്ങനെ എന്തൊക്കെ പറയാൻ കേട്ടെ, ചീത്ത വിളിക്കുമ്പോൾ തോന്നി. പിന്നെ എൻ്റെ മുഖത്തേക്ക് വിളിച്ചില്ല, എൻ്റെ മുഖത്ത് നോക്കി ഒരു അനാവശ്യമായിട്ട് ചീത്ത വിളിച്ച് ഞാൻ പിന്നെ നെഗറ്റീവ് കമൻസിൽ വിളിക്കുക, അത് വേറെ വിഷയം. അവൻ എൻ്റെ മുഖത്ത് നോക്കി വിളിക്കില്ലേ, പേടിത്തൂറികളല്ലേ. എൻ്റെ മുഖത്ത് നോക്കി വിളിക്കുകയാണെങ്കിൽ കൊടുക്കിടി. അതൊന്നൊരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ പോകുന്ന ലൊക്കേഷൻ മുടവമോൾ. ഇവിടെ നിന്ന് കറക്റ്റ് 5.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം അൽഫാം ആയിരിക്കും. ഓക്കെ, നമ്മൾ മുടവമോൾ എത്തിയിട്ടുണ്ട്. മുടവൻ മോൾ നമ്മൾ പറയുള്ളൂ. ആ നല്ല മഴ കൂടി ഇപ്പോൾ. സർജ് ഓണാക്കൂല നീയേക്കാം, നീ അറിയാം. എൻ്റെയൊക്കെ ഓഫീസ് ഇവിടെ ഇല്ലാതായിപ്പോയി. എറണാകുളത്ത് ഓഫീസ് ഉണ്ടെന്ന് പറയണ്. നീ അങ്ങനെ പോകണ്ടേ ഇതിന് വേണ്ടിയിട്ട്? മഴ സമയം സർജ് ഓണാക്കി വയ്ക്കാനുള്ള അതിന് ഓഫ് ഇട്ടിരിക്കുന്നു. അതാ നിൽക്കുന്ന കസ്റ്റമർ. ഇവിടെ തിരക്കൊന്നും ഇല്ലല്ലോ, കുത്തിറക്കമാണ്. അങ്ങോട്ട് ബൈക്കിൽ പോവായിരുന്നല്ലേ, വഴിയുണ്ട്. ചിലപ്പോൾ വളയ്ക്കാൻ പാടായിരിക്കും. ബാക്ക് എടുത്ത് ഫ്രണ്ട് എടുക്കും. ഇവിടെ അല്ലേ നിങ്ങളല്ലേ? ഓക്കെ സൊമാറ്റോ. ഓക്കെ അവിടെ ലൈറ്റ് ഇട്ട വീടുണ്ട്. ഈ വഴി പോകും 65 കാണും. അവിടെ നേരെ കുത്തനൊരു ഇറക്കും. അയ്യോ, അകത്തോട് പോണോ? പേര് അഖില. അതായത് അവർ 165 വെച്ചെങ്ങനെ താഴെയാണ് വീട് ഇതുപോലെ. അയ്യോ, നോക്കി പോണേ ബ്രോ, സ്ലിപ്പാവേ. എൻ്റെ അമ്മ. പിന്നെ തിരിച്ചറിയാൻ ബ്രോ, ആ ലൈറ്റും കൂടെ നടക്കി ബ്രോ. ഞാൻ ഇട്ടതാണ് 165 എന്ന് പറഞ്ഞു തന്നെ. ഓക്കെ ഞാൻ നോക്കട്ടെ പയ്യെ പോവാൻ. വഴി കുറച്ച് മോശമാണ്. ഇവിടെയാണോ? ഓക്കെ ഇവിടെ ലൈറ്റ് ഓണാക്കിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അറിയാതെ ഓഫ് ചെയ്താൽ. ഓക്കെ ശരി, ഓക്കെ എന്നാൽ ഓക്കെ. ഓർഡർ ഡെലിവേർഡ്. ചെറിയ വഴിയാണ്, ഓരോ അടി വയ്ക്കുമ്പോൾ നോക്കി വയ്ക്കണം, അല്ലെങ്കിൽ ടോർച്ച് ഓണാക്കിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഉറപ്പായിട്ട് വീഴും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 60 രൂപ 85 പൈസയാണ്. മണി ഇപ്പോൾ 9:30 മണിയായി. ഇനി അരമണിക്കൂർ സമയമുണ്ട്. ഇപ്പോൾ സൊമാറ്റോയാ സർജ് വീണാ? മഴ പെയ്യല്ലേ, ഓണാക്കണ്ടവന്മാരൊക്കെ. പിന്നെ
ചെറിയ മഴയായാലും വലിയ മഴയായാലും മഴ തന്നെ. സർജ് ആർക്കും ഓണായില്ല, ടാപ്പ് കാണിക്കുകയാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചില സമയത്ത് സർജ് കെട്ടും. അതായത് ഇപ്പം കിട്ടില്ല, അടുത്ത പേ ഔട്ട് വരുമ്പോൾ കൂടെ ആടായി വരും. തന്നാൽ മതിയായിരുന്നു അത്ര തന്നെ. നമുക്ക് നിങ്ങളടുത്ത് വിളക്കുണ്ടാക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, നമ്മൾ ശപിക്കാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് നേരെ പൂജ വരെ പോകാം. അവിടെ നിന്ന് ലാസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോയി ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങാം. പേരെന്താണ്? വിഘ്നേഷ്. നല്ല പേര് കേട്ടാ, നല്ല ഗണപതി പേരല്ലേ. അതായത് കാണുന്ന ഐശ്വര്യമുണ്ട്. കോളേജ് പഠിച്ച് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ അല്ലേ? ഏത് കോഴ്സാണ് പഠിച്ചത്? പഠിച്ചുകൊണ്ടിരിക്കണം, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യണം. നല്ല കാര്യം തന്നെ. ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ അല്ലേ? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഇതൊക്കെ വേണ്ടേ? ആണോ? അടിപൊളി. അനിയൻ എന്ത് ചെയ്യാണ്? ഹെൽമെറ്റ് ഒഴിക്കോട്ടെ. അറിയാം, ഓർമ്മ വേണ്ട. ആ ഹായ്. ക്യാമറ ഓണ്, ലൈവാണ്. ലൈവല്ല, റെക്കോർഡിങ്. സൗണ്ട് ഇല്ല? ഹെഡ്ഫോൺ അടിക്കണ? ഇല്ലില്ല, ഹെഡ്ഫോൺ ഇട്ടില്ല. കേൾക്കണുണ്ട്, ശബ്ദം കുറവായി. തന്നെ ശബ്ദം കുറവായി, സൗണ്ട് ഇല്ല. സുഖമാണോ ബ്രോ? അടിച്ച് പൊളിക്കണ്ടേ ലൈഫ്? ഓക്കെ ഓക്കെ. ആ ഇപ്പോഴും കൂടെ കണ്ടേ ഉള്ളൂ. ആണോ? എത്ര പഠിക്കണേ? +2 അല്ലേ? ഓക്കെ ഓക്കെ. ഏത് ഗ്രൂപ്പ്? നമ്മളെ ഗ്രൂപ്പ്. നമ്മളെന്നാ എളുപ്പമാണല്ലേ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല എത്താൻ പറ്റും, നല്ല നിലയിൽ. നമ്മൾ എടുക്കുന്ന കോഴ്സ് പോലെ അടുത്തടുത്ത് അങ്ങോട്ടൊക്കെ അല്ലേ. ചുമ്മാ പഠിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ സൂപ്പറാണ്. ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ. നേരിട്ട് കാണാൻ എടുത്തു കേട്ടാ. വീട് എവിടെ പറഞ്ഞ്? കുലശേഖര. അവിടെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ പറ LAPG പറ. ലൈഫ് അടിച്ചു പഠിക്കണം ഗായ്സ്. കം ഓൺ ഗായ്സ്. ക്രിഞ്ചായാലും പഞ്ചാണ് ഡയലോഗ് കേട്ടാ. സന്തോഷമായില്ലേ? സന്തോഷം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. തറവാട് റെസ്റ്റോറൻറ്റ്. എനിക്കിവിടെ ഓർഡർ വച്ചിട്ട് തരാതിരിക്കണം ഇത്ര കൊണ്ട്. അമ്മ കാണിക്കുന്ന തേപ്പല്ലേ. അപ്പോൾ റെഡി വന്ന് ഓർഡർ അപ്പോൾ എടുക്കാം. റെഡി വന്ന ഉടനെ അടുത്ത ഓർഡർ അടിച്ചിരിക്കണ്. അത് ഓൾഡ് സ്കൂളിൽ എവിടെ കവടിയാറ്. എന്നാലും കുഴപ്പമില്ല, ഡബിൾ ഓർഡർ അടിക്കണ്. ഇവിടെ തന്നെ 9595 ചപ്പാത്തി വിത്ത് എഗ്ഗ് കറി ചപ്പാത്തി. അതെന്തോ ചപ്പാത്തി വിത്ത് എഗ്ഗ് കറി ചപ്പാത്തി. രണ്ടാമത് ചപ്പാത്തി ഓർഡർ ചെയ്താൽ ഓർഡർ പിക്കട് പോന്നാ. അത്രേ ഉള്ളൂ. അടുത്ത റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഓൾഡ് സ്കൂൾ കഫേ ആൻഡ് ഡിന്നർ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ 6 കിലോമീറ്റർ പിക്കപ്പ് ലൊക്കേഷൻ. എൻ്റെ അമ്മോ, റീച്ച് ലൊക്കേഷൻ കൂടെ. അത് വേറെ ഒന്നുമില്ല, ഫസ്റ്റ് ഓർഡർ എടുത്ത ഡെലിവറി എന്ന് പറയുന്നത് ഈ ഭാഗത്തോടെ വരണത്. അപ്പോൾ ഈ ഭാഗത്ത് വരണമുണ്ട്. അടുത്ത ഓർഡർ അടിച്ചു ഇത്ര തന്നെ. റെഡി ആയില്ല, 2 മിനിറ്റ് ആവും. ശരി, ഞാൻ വലിയ കാര്യം കയറി പോയാണ്, നോക്കാതെ റെഡി ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. വാ പോകുന്ന സമയം. ഇപ്പോൾ 2 ഓർഡർ. ഫസ്റ്റ് കൊടുക്കേണ്ട ഓർഡർ കേശവാസപുരം. രണ്ടാമത്തെ ഓർഡർ കരിയത്താണ് പോകേണ്ടത്. ശ്രീകാര്യം കഴിഞ്ഞ് കരിയം എന്ന് പറയും, അവിടെ പോകണം. രണ്ടാമത്തെ ഓർഡർ ലോങ് ആണ്. ഫസ്റ്റ് ഓർഡർ 4 കിലോമീറ്റർ, സെക്കൻഡ് ഓർഡർ അവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാം കൂടെ നല്ലൊരു പേയ്മെൻറ്റ് കിട്ടും. സർജും ചേർത്ത്. സർജ് ഓണായിട്ടുണ്ട്, നേരത്തെ ഓണായിക്കൂടെ. എന്തായാലും ഹാപ്പിയാണ്. ഇൻസിഡി പഠിച്ചു കഴിഞ്ഞു, ലോങ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഡെലിവറി കാണൂല. ഇപ്പോൾ ക്യാമറ ഓഫ് ആവാറായിട്ടുണ്ട്. ഒന്നും കയറി ഇടേ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ GoPro ചാർജ് ഓഫായി. ഇപ്പോൾ ഓർഡർ എല്ലാം കൊടുത്ത് വീട്ടിൽ എത്തിയപ്പോൾ 11 മണി അടുപ്പിച്ചായി. ലാസ്റ്റ് 10 മണിയിൽ ഓർഡർ അടിക്കുമ്പോൾ ആ ഓർഡർ ലോങ് ആയിരിക്കണം. പോയിട്ട് ഒരു എത്ര സമയമാണെന്ന് പറയുന്നത്. ശരി, കുഴപ്പമില്ല, കഴിക്കാമോ, നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ കാപ്പി എന്ന് പറഞ്ഞത് ഗോതമ്പ് റൊട്ടി പിന്നെ മുളക് പൊടിച്ചത്. ഇങ്ങനെ ദോശ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മ വന്നത്. എല്ലാ ബ്ലോഗിലും പറയണ ആലോചിക്കും, സത്യം പറഞ്ഞാൽ മറന്നു പോകും. 100,000 കാര്യമാണ്. അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ സൊമാറ്റോ ഓടണം, ബ്ലോഗ് എഡിറ്റ് ചെയ്യണം, വീട്ടിൽ കാര്യങ്ങൾ നോക്കണം, ഹോസ്പിറ്റലിൽ പോകണം ഇടയ്ക്കിടയ്ക്ക് അപ്പയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ വൈഫിൻ്റെ കാര്യങ്ങൾ നോക്കണം. എല്ലാ കാര്യം നോക്കി വരുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകണം ബ്ലോഗിൽ പറയാനായിട്ട്. 2 പേർക്ക് ഹായ് പറയാനുണ്ട്. ഇത് പറഞ്ഞിട്ട് ഒരു 2 മാസം അടുപ്പിച്ചായി തോന്നുന്നു. മിക്കവാറും 2 പേര് പ്രണയിക്കണം. ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നില്ല, കമൻറ്റ്സ് വരില്ല, സോറി, ക്ഷമിക്കണം. ഒന്ന് ശ്രീജ അങ്ങനെ എന്തോ പേരാണ്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഹായ് ശ്രീജ. പിന്നെ ഒരാൾ ഒരു കൊച്ചു കുട്ടിയാണ്, മോനൂട്ടൻ. പുള്ളിയുടെ പേര് എന്തോ ഒരു പേര് പറഞ്ഞ് മോനൂട്ടൻ എന്നാണ് പറഞ്ഞത്, കറക്റ്റ് ഓർമ്മയില്ല. ശരി, കുഴപ്പമില്ല. എന്നെ വിളിക്കുന്നത് ഫ്ലൈ ഓവർ മാമൻ എന്നാണ്. ഏതോ ഒരു വ്ളോഗിൽ ഞാൻ ബൈക്കിൽ ഫ്ലൈ ഓവർ പോയായിരുന്നു. അപ്പം അന്ന് തൊട്ട് ഈ പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്നത് ഫ്ലൈ ഓവർ മാമൻ എന്നാണ്, ആ വ്ളോഗ് തൊട്ട്. അപ്പം അതുകൊണ്ട് ആ പേരിനെ തിരിച്ചു വിളിക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലൈ ഓവർ മോനൂട്ട ഹായ്, സുഖമാണ്? മാമന് വേണ്ടി ഒന്ന് ക്ഷമിച്ചേരാം. മാമന് ഇത്തിരി ഓർമ്മ കുറവുണ്ട്, മറന്നുപോയതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ഹായ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹായ് പറഞ്ഞേക്കാം. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ സൂപ്പർ കാപ്പി, നല്ല ഗോതമ്പ് റൊട്ടി, മുളക് പിടിച്ച് വെച്ച് കഴിച്ചിട്ട് കുറച്ച് TV കാണാൻ സമയമുണ്ടാ. 11 മണിയെ കുറച്ച് TV കാണും, വലിയ ഉറക്കം വരില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ വ്ളോഗിലും പറഞ്ഞ ഡയലോഗ് അല്ലേ, പറഞ്ഞേ പറ്റൂ, നമ്മളെ സിഗ്നേച്ചറാണ്. അപ്പോൾ LAPG കട്ടൊക്കെ നിൽക്കണം. ആ സിനിമ കാണാൻ മറക്കല്ലേ. ഷോർട്ട് ഫിലിം നിഴൽ ഞാനുണ്ട്.